ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് കൂടുതലായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് 90+ എപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതെൻ്റെ ഉറപ്പാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ സർക്കുലർ പ്ലേറ്റ് ഓഫ് റേഡിയസ് 12 cm ഈസ് കട്ട് ഔട്ട് ഇൻടു 6 സെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം സൈസ്. കാൽക്കുലേറ്റ് ദ സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കുലർ കോൺ യൂസ് ടു മേക്ക് വൺ സെക്ടർ. ഓക്കെ, നമ്മൾ സോളിഡ്സിലെ സർക്കുലറിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ, കോണിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കുലർ പ്ലേറ്റ് അത് എന്തായിട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ 6 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. അതിലെ ഒരു ഭാഗം എടുത്ത് എന്തുണ്ടാക്കി, ഇതാണ് കട്ട് ചെയ്ത ഒരു ഭാഗം. ഇതിന് പറയുന്ന പേരാണ് സെക്ടർ എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സർക്കിളിൻ്റെ ഒരു പാർട്ട്, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാർട്ടിന് പറയുന്ന പേരാണ്, അതായത് ആർക്കും അത് ഇവിടെ 2 റേഡിയസുമായിട്ട് വരും. അതാണ് സെക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് സെക്ടർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എനിക്ക് ഈ കാണുന്ന ഇതെന്താണ്? റേഡിയസ്. ഇതാണല്ലോ ഇത്, ഈ കാണുന്ന സൈഡ്. അപ്പോൾ ഇത് റേഡിയസ് ആണ്. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 12 cm എന്ന് തന്നിട്ടുണ്ട്. ഈ സെക്ടറിനെ നമ്മൾ മോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. ഓർത്തോണം, സെക്ടറിൻ്റെ റേഡിയസ്. ഈ സെക്ടർ ഉണ്ടായിരിക്കുന്ന ഈ സർക്കിളിൽ നിന്നാണ്. അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയാണ് സെക്ടറിൻ്റെ റേഡിയസും. ആ റേഡിയസ് ഈ സെക്ടർ കൊണ്ടുണ്ടാക്കുന്ന കോണിന് ആ സെക്ടറിൻ്റെ റേഡിയസ് ആയിരിക്കും അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് ഈ കോണിൻ്റെ റേഡിയസ്. ഇതാണല്ലോ കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. സിമ്പിളാണ്, ഒന്നുമില്ല, ഒരു ഫോർമുല ഉണ്ട്. റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പോൾ തന്നിരിക്കുന്നതൊക്കെ ഞാൻ എഴുതാൻ പോവാണ്. അപ്പം ഇപ്പം നമുക്ക് L കിട്ടി അല്ലേ? L = 12 cm. ആരുടെ? കോണിൻ്റെ ആണ്. കോണിൻ്റെ L സ്ലാൻഡ് ഹൈറ്റ് കിട്ടി, 12 cm ആണ്. മനസ്സിലായാലോ? അത് നമ്മുടെ സെക്ടറിൻ്റെ റേഡിയസ് ആയിരിക്കും. ഇനി നമുക്ക് കോണിൻ്റെ റേഡിയസ് കാണാനുള്ള ഫോർമുല R = L × x/360. എന്താണ് ഈ എക്സ്? എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് കോൺ. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ. സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 360. അപ്പോൾ ഇതിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 6ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്കിവിടെ കണ്ടുപിടിക്കാം. സെൻട്രൽ ആംഗിൾ എക്സ് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ എത്ര വരും? 60 ഡിഗ്രി എന്ന് വരും. മനസ്സിലായല്ലോ? നമ്മൾ എങ്ങനെയാണ് നമുക്ക് തരുന്ന സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത്? സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ്. അതിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട് നമ്മൾ ടോട്ടൽ ആംഗിളിനെ എണ്ണം കൊണ്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 60 കിട്ടി. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഫോർമുലയ്ക്കകത്തോട്ട്, റേഡിയസ് കാണുന്ന ഫോർമുലയ്ക്കകത്തോട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് R = L ഉണ്ട്. L എത്രയാണ്? 12 × സെൻട്രൽ ആംഗിൾ എത്രയാണ്? 60/360. ഡിവൈഡ് ചെയ്യാമല്ലോ. 0 വെട്ടിപ്പോയി 2 അല്ലേ? 2 cm. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. റേഡിയസ് ഓഫ് ദി കോൺ = 2 cm. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇത് ട്രൈ ചെയ്യും.